ഹബീബായ നബി പറയാണ്, അബൂ ഹുറൈറ, ഇദാ റകിബത ദാബത്തൻ, ഒരു വാഹനപ്പുറത്ത് കയറിയാണെങ്കിൽ ഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കേറുമ്പോൾ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്നുള്ളത് വണ്ടി ഇളകി തുടങ്ങുമ്പോഴാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. കേറുന്നത് എന്തു അറിയാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നീ ചൊല്ലിയാൽ, ഒരു വാഹനപ്പുറത്തേക്ക് കയറുമ്പോൾ നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലിയാൽ, യുക്തബു ലക്കൽ ഹസനാതി ബിഅദദി കുല്ലി ഖത്വത്തിൻ, ആ ഒട്ടകൻ നടക്കുന്ന ഓരോ ചവിട്ടടിക്കും നിനക്ക് നന്മ എഴുതിയേക്കും. കാരണം അതിലേക്ക് കയറുമ്പോൾ എന്തിയിട്ടുണ്ട്? അർശിൻ്റെയും കുർസിൻ്റെയും ലോഹിൻ്റെയും കലമിൻ്റെയും അടിത്തറയായ വാക്കാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വർഗത്തിൻ്റെ അടിത്തറ, അത് ഇന്നലെ പറഞ്ഞില്ലേ, നിങ്ങളെ ക്ലാസ്സിൽ അപ്പുറം വിഷയം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ അടിത്തറ, ഹൗദുൽ കൗസറിൻ്റെ അടിത്തറ, സ്വർഗത്തിലെ പുഴകളുടെ അടിത്തറ, എല്ലാത്തിൻ്റെയും അടിത്തറ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പറഞ്ഞുകൊണ്ടല്ലേ നീ ആ ഒട്ടകപ്പുറത്തേക്ക് കയറിയത്? അന്ന് ഒട്ടകാണെങ്കിൽ ഇന്ന് കാറ്, മോട്ടോർ സൈക്കിള്. അങ്ങനെ കയറണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനും റഹീമുമായ റബ്ബിനെ കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. എന്തേ അല്ലേ? പറയടോ, റഹ്മാനും റഹീമുമായ റബ്ബിനെ കൊണ്ടല്ലേ കിട്ടിയത്? പിന്നെ നീ ഒരു കപ്പലിൽ കയറിയാൽ ഫഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കപ്പലിൽ കയറിയാൽ അത് നീ ചൊല്ലുക, ഒരു വാഹനപ്പുറത്ത് കയറിയാൽ ചൊല്ലുക. പിന്നെ പറഞ്ഞു കപ്പലിൽ കയറിയാൽ ചൊല്ലുക. യുക്തബു ലക്കൽ ഹസനാതി, നിനക്ക് നന്മ എഴുതി വെക്കപ്പെടും. ഹത്താ തഖ്റുജ മിൻഹാ, ആ കപ്പലിൽ നിന്ന്, ആ വഞ്ചിയിൽ നിന്ന് നീ ഇറങ്ങിപ്പോകുന്നവരെ. അപ്പോൾ വഞ്ചിക്കണ് കയറുമ്പോൾ, നിങ്ങളൊക്കെ വഞ്ചിപ്പണി എടുക്കണമല്ല, വഞ്ചിക്കണ് കയറുന്ന നേരത്ത് എന്ത് പറയാം? പറയേ ബിസ്മില്ലാഹിർ റഹ്മാൻ. പ്രത്യേകിച്ച് ബഹറിലേക്കല്ലേ പോണത്. അള്ളാഹിൻ്റെ അത്ഭുതമാണ് എന്ത്? ബഹർ. മുട്ടോളം വെള്ളത്തിൽ മനുഷ്യന്മാർ മരിക്കണ കാലാണിത്. അവിടെയാണ് 100-100 ഇല്ലേ, അങ്ങനെ തന്നെയല്ലേ ആഴത്തിലുള്ള കടലിലേക്ക് പോണത്. എത്ര പോകുന്ന വഞ്ചി അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുകയാണ് ഇതിൻ്റെ രാജാവാകാൻ. കടലൊന്നും ഇറങ്ങിയാൽ കഴിഞ്ഞോ? എന്ത് വഞ്ചി! സത്യല്ലേ? വഞ്ചിൻ്റെ കൊമ്പ് വരെയും വെള്ളത്തിൽ നിൽക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. സത്യല്ലേ? എന്നിട്ടൊന്നും പറ്റില്ല. 99% രക്ഷപ്പെടും. 1% പോവും. അത് അള്ളാഹ് ഉണ്ട് എന്നുള്ള അടയാളാണ്. പറ്റാ 12 കളിക്കണ്ട, അപ്പം എൻ്റെ അടയാളാണ്. ഇടക്കൊന്ന് മുങ്ങിയാൽ തന്നെ 99 രക്ഷപ്പെടും. 1% മുങ്ങുള്ളൂ. മുങ്ങിയിൽ 99 രക്ഷപ്പെട്ടിട്ട് 1% മാത്രമേ മരിക്കുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? ഇതാ വഞ്ചിപ്പണിക്കാരിതാ പരിപാടി വെച്ചു. ദുനിയാ ബഹറി എന്ന അത്ഭുതത്തിൽ അള്ളാഹു റഹ്മത്ത. അപ്പൊ ഈ എന്ത് ചെയ്യാ? ഈ കിടക്കും. ഇതിൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ്. അക്കാണത് ബഹറിൻ്റെ റബ്ബിൻ്റെതാണ്. ഈ വഞ്ചിയിൽ അള്ളാഹു തരത്തുന്ന തൗഫീഖാണ്. പറവകൾ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിറക് കൂട്ടി പിടിച്ചും വിടർത്തി പിടിച്ചും പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മായുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ റബ്ബല്ലാതെ അതിനെ താങ്ങി നിർത്തുന്നില്ല. ഇവിടെ റഹ്മാൻ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. റഹ്മാൻ എന്നാൽ വൈപ്പെട്ടോനെയും ചെയ്തു കൊടുക്കും. അതാ ഞാൻ ഈ പറഞ്ഞ്, അവിടെ വിമാനത്തിൽ നിന്ന് ബംഗാളിലൊടിക്കും, അള്ളാഹ് താങ്ങും. മായുംസിക്കുഹുന്ന ഇല്ല റഹീം എന്നല്ല, മായുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. ഇല്ല റഹ്മാന്റെ വാക്കിന്റെ അർത്ഥം അവിടെ വൈപ്പെട്ടവൻ വൈപ്പെടാത്ത ഇന്ന മതക്കാരൻ ഇന്ന മതക്കാരൻ എന്ന വ്യത്യാസമൊന്നുമില്ല. മായുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ റബ്ബ് സംരക്ഷിച്ചു കൊടുക്കും. അപ്പോൾ നീ എന്ത് ചെയ്യണം? ഒരു കപ്പലിൽ കയറുകയാണെങ്കിൽ അന്ന് കപ്പൽ ഇന്ന് വിമാനം ഒക്കെ അടക്കം ഇല്ല. അതിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നിനക്ക് അല്ലാഹു തആല നന്മ എഴുതിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ മലക്കുകൾ. വൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു
അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ശ്രദ്ധിക്കണം. സിത്രു ബൈന അയുനിൽ ജിന്നി ഔറാത്തി ബനി ആദം ഇദാ നസഉ സിയാബഹും യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ വസ്ത്രം മാറ്റാൻ തുടങ്ങുമ്പോൾ ആദ്യം എന്ത് പറയണം? ബിസ്മി പറയണം. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ നിങ്ങൾ ഔറത്തിലേക്ക് ആര് നോക്കും? ശൈത്താന്മാർ നോക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. സിത്രു മാ ബൈനൽ അയുനിൽ ജിന്നി വഔറാത്തി ബനി ആദം. ഇതില്ലാത്തതാണ് പല രോഗങ്ങളുടെയും കാരണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ രോഗം. പെണ്ണുങ്ങളിൽ വലിയ ശതമാനത്തിന് വസ്വാസാണ്. എന്താ കാരണം? ഔറത്ത് ശ്രദ്ധിക്കൂല. പണ്ട് അങ്ങനെയല്ല. ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് കിണറിൻ്റെ പരിസരത്ത് ഓല കെട്ടി, അതിന് വേറൊരു ഓല മടഞ്ഞ് കെട്ടി, പിന്നെയും കെട്ടി ഭദ്രമാക്കി, ഒരു സുഷിരം പോലും, അങ്ങനെ തന്നെയല്ലേ പറയും അങ്ങനെ തന്നെയല്ലേ, അത് കെട്ടി ഭദ്രമാക്കിയതിന് ശേഷം പെണ്ണുങ്ങൾ അവിടുന്ന് കുളിക്കുമ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് കുളിക്കുമ്പോൾ ഇവിടെ ഒരു മുണ്ട് കെട്ടും, എന്നിട്ട് ഉള്ളിൽ കൂടെ വരക്കും. എന്തുകൊണ്ട്? ഒരാളും അവരെ ശരീരം കാണരുത്. ഇന്ന് കുളിമുറിയിലാണ് കയറുക. ചോദ്യമാതിരി കുളിമുറി കയറൽ രീതിയായി. അപ്പോൾ പിശാച് വിട്ടുപോണില്ല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങളെ സിത്രുമാ ബൈന അയുനിൽ ജിന്നി വഔറാത്തി ബനി ആദം, ജിന്നുകളുടെ കണ്ണിന്റെയും മനുഷ്യന്റെ ഔറത്തിന്റെയും ഇടയിലുള്ള മറ. ഇദാ നസഉ സിയാബഹും, വസ്ത്രം നീക്കുന്ന നേരത്ത് യഖൂലു, മനുഷ്യൻ പറയലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതെവിടെയാണെങ്കിലും, റൂമിൽ വസ്ത്രം മാറ്റാണെങ്കിലും, വസ്ത്രം മാറ്റാൻ ഒരുങ്ങുമ്പോൾ എന്ത് പറയും? ബിസ്മില്ലാഹിർ റഹ്മാൻ. പിന്നെ അതിൽ അവിടെ അങ്ങോട്ട് നോക്കാൻ പോലും പറ്റൂല. വൽ ഇഷാറത്തു ഫിഹി. റാസിമാമ പറയാം, റസൂലുള്ളാഹി ഹദീസ് വെച്ചിട്ട് ശ്രദ്ധിക്കണില്ലേ? റാസിമാമ പറയാണ് എന്ത്? റാസിമാമ പറയാണ് എന്ത്? വൽ ഇഷാറത്തു ഫിഹി അന്നഹു ഇദാ സാറ ഹാദൽ ഇസ്മു ഹിജാബൻ ബൻ ബൈനക വബൈന അദായിക മിനൽ ജിന്നി ഫി ദുനിയാ. അതിൻ്റെ അർത്ഥം, നിനക്കൊരു ഹിജാബ് കിട്ടി, ഒരു മറ കിട്ടി. ഏതു വാക്കിനാൽ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വാക്കിനാൽ മറ അവിടെ കെട്ടി. ആരെ കണ്ണിൻ്റെ ഇടയിൽ? ശൈത്താന്മാരെ കണ്ണിൻ്റെ ഇടയിൽ. പിന്നെ എൻ്റെ ഔറത്തിലേക്ക് നോക്കാൻ അവർക്ക് കഴിയൂല. അങ്ങനെയാണെങ്കിൽ ഈ ബിസ്മി ചൊല്ലി നടന്നാൽ പരലോകത്തെ സബാനിയാക്കളിൽ നിന്ന് എത്ര മറ നിനക്കുണ്ടാവും? ദുനിയാവിലെ പിശാചിൻ്റെ കണ്ണിനെ വരെ മറക്കാൻ ഒരു ബിസ്മിക്ക് കഴിയുമെങ്കിൽ, സദാ നീ ചൊല്ലി നടക്കുന്ന ബിസ്മിക്ക് പരലോകത്തെ നരകത്തിലാക്കുന്ന മലക്കാവുന്ന സബാനിയാക്കളിൽ നിന്ന് എത്രത്തോളം നിന്നെ സംരക്ഷിക്കാൻ കഴിയും എന്ന് മഹാൻ ചോദിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. തൊലബാലും ചില മുശ്രിക്കുകൾ വന്നു. എന്നിട്ട് ഖാലിദ് ബിൻ വലീദിനോട് ചോദിച്ചു, ആയതൻ ഇന്നക തദ്ദഇൽ ഇസ്ലാമ ഫഅരിനാ ആയതൻ ലിനുസ്ലിമ. ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ വലിയ മതമാണെന്ന് നീ പറയുന്നുണ്ടല്ലോ ഖാലിദേ. ഇസ്ലാം അത്ര പ്രധാനമായ മതമാണെങ്കിൽ ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരുമോ എന്ന് ഖാലിദിനോട് ചോദിച്ചു. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഒന്ന് വായിലേക്ക് എത്തുമ്പോഴത്തിന് തന്നെ മരിപ്പിച്ച് കളയുന്ന അത്രയും കഠോരമായ വിഷം കൊണ്ടുവരി ഞങ്ങൾ ചേരാറ്. അങ്ങനെ അവരെല്ലാവരും വന്നു. വലിയൊരു വിഷക്കുപ്പിയും കൊണ്ടുവന്നു. ആ വിഷക്കുപ്പിയെ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിൽ വാങ്ങിയിട്ട് വഖാല, ഇങ്ങനെ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅകലൽ കുല്ല. മനസ്സിലായില്ലേ? അത് മുഴുവൻ കഴിച്ചു. വഖാമ സാലിമൻ ബിഇദ്നില്ലാഹ്, ഒന്നും പറ്റിയില്ല. ഫഖാലൽ മജൂസു, അപ്പോൾ മജൂസികൾ പറഞ്ഞു, ഹദാ ദീനുൽ ഹഖ്, ഇത് ഹക്കായ ദീനാണ്. മുസ്ലിമായി.
ഒരുപാട് സംഭവമുണ്ട്. ഇതുപോലെ വേറെയും സംഭവമുണ്ട്. അതായത് വിഷം കഴിച്ചു. എന്ത് പറഞ്ഞിട്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു റിവായത്തിൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് വഹുവ സമീഉൽ അലീം. ഒന്നും പറ്റിയില്ല എന്ന് മറ ഈസ റാസിനാണ് വായിക്കണേ, തഫ്സീർ കബീർ എന്നാണ് വായിക്കണേ. മറ ഈസ ഇബ്നു മർയം അലൈഹിസ്സലാം അലാ ഖബ്രിൻ ഫറആ മലായികത്തൽ അദാബി യുഅദ്ദിബൂന മയ്യിതാ. ഈസ നബി അലൈഹിസ്സലാം ഒരു ഖബറിസ്ഥാനത്തിലൂടെ നടന്നു വരുമ്പോൾ ഒരു ഖബറിൽ കണ്ടു. ഖബറകത്ത് ഉള്ള ആളുകളൊക്കെ ഇവർ കാണുമല്ലോ. യുഅദ്ദിബൂന ഫഇന്ന മലായികത്തുൽ അദാബി, മലായികത്തുൽ അദാബ്, അദാബിന്റെ മലക്കുകൾ യുഅദ്ദിബൂന മയ്യിത, ഒരു ഖബറിൽ കിടക്കുന്ന മയ്യത്തിനെ അദാബാക്കുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്. ഫലമ്മൻ സറഫ മിൻ ഹാജതിഹി, പിന്നെ ആവശ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ മറ അലൽ ഖബരി, ആ ഖബറിന്റെ അരികിലൂടെ തന്നെ തിരിച്ചു വന്നു. ഫറഅ മലായികത്തുർ റഹ്മത്തി മഅഹും അത്ബാഖു മിൻ നൂരി, പ്രകാശത്തിന്റെ വലിയ 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 പലകകൾ, തട്ടുകൾ, അതിലൊക്കെ മലക്കുകൾ ഇങ്ങനെ ആ ഖബറിനെ പൊതിഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഫതഅജ്ജബ മിൻ ദാലിക, അപ്പോൾ അദ്ദേഹത്തിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആശ്ചര്യം തോന്നി. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്താണ് ഈ ഖബറിൽ അദാബുണ്ട്, ഇപ്പം മലക്കുകൾ പൊതിഞ്ഞിട്ടുണ്ട്, വലിയ സന്തോഷത്തിൻ്റെ പ്രകാശങ്ങളുണ്ട്, തട്ടുകളുണ്ട് പ്രകാശത്തിൻ്റെ. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം നിസ്കരിച്ചു. അല്ലാഹുവോട് ദുആ ചെയ്യുകയും ചെയ്തു. ഫഔഹല്ലാഹു തആല ഇലൈഹി, അപ്പോൾ ഈസാ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു. യാ ഈസാ കാന ഹാദൽ അബ്ദു ആസിയാ വമുദ് മാത കാന മഹ്ബൂസൻ ഫി അദാബി, ഇയാൾ ദോഷിയായിരുന്നു, ദോഷിയായിട്ട് തന്നെ മരിച്ചത്. മരിച്ച അന്ന് മുതൽ ഇയാൾ അദാബിന്റെ ഒരു ഹബ്സിലായിരുന്നു, അദാബ് തന്നെയായിരുന്നു. എൻ്റെ മലക്കുകൾ അയാളെ അദാബാക്കിയിരുന്നു എന്നൊക്കെ പറയുന്നത് മനസ്സിലാവണം കേട്ടോ. അയാൾക്കൊരു ഗർഭിണിയായ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ വലതത്ത് വലതൻ, അങ്ങനെ ഈ പെണ്ണൊരു കുട്ടിയെ പ്രസവിച്ചു. റബ്ബത്തു, ആ കുട്ടിയെ വളർത്തി. ഹത്താ കബുറ, അങ്ങനെ ആ കുട്ടിക്ക് ഒരല്പം ഓടിച്ചാടി നടക്കുന്ന പ്രായമായപ്പോൾ ഫസല്ലമത്തു ഇലൽ കുത്താബി, അങ്ങനെ ഈ കുട്ടിയെ ഇല മുഅല്ലിമിൻ, ഒരു മുഅല്ലിമിൻ്റെ മദ്രസയെ കൊണ്ടയാക്കി. ലിയുലഖ്നഹുൽ മുഅല്ലിമു ഫലഖനഹുൽ മുഅല്ലിമു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഈ മുഅല്ലിം ഈ കുട്ടിക്ക് മദ്രസയിൽ നിന്ന് എന്ത് പഠിപ്പിച്ചു കൊടുത്തു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്തഹൈതു മിൻ അബ്ദി അൻ ഉഅദ്ദിബഹു ബിനാരി ഫീ ബത്നിൽ അർളി വവലദുഹു യദ്കുറു ഇസ്മി അലാ വജ്ഹിൽ അർളി. ഇയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, ഗർഭിണിയായിരുന്നു. ഇയാൾ മരിച്ചപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചു ഈ പെണ്ണ്. ആ കുട്ടിയെ പിന്നെ വളർത്തി ചെറിയ ഓടിച്ചാടി പറക്കുന്ന പ്രായമായപ്പോൾ ഒരു മുഅല്ലിമിനെ ഏൽപ്പിച്ചു. ആ മുഅല്ലിം എന്ത് പഠിപ്പിച്ചു? ഒന്നാം ദിവസം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചു. അതോടുകൂടി ഞാൻ അദാബ് നിർത്താൻ പറഞ്ഞ മലക്കുകളോട്. എന്തുകൊണ്ട്? ഫസ്തഹയത്ത്, പിന്നെ എനിക്ക് ലജ്ജയായി. അൻ വഅദിബഹു ബിനാരി ഫി ബത്നിൽ അർളി, ഭൂമിയുടെ ഉള്ളിലിട്ട് അയാളെ അദാബാക്കുക. വലദുഹു യദ്കുറു ഇസ്മി, അയാളെ മകനാകട്ടെ കുട്ടിയാകട്ടെ എൻ്റെ ഇസ്മിനെ ബഹുമാനിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇത് വേറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളെ മദ്രസയിലാക്കിയാൽ പാപ്പാക്ക് പുറത്തു കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ആരിഫായ മനുഷ്യൻ ബിസ്മി എഴുതി, എന്നിട്ട് ഫൗസാ വസിയത്ത് ചെയ്തു അൻ തുജഅല ഫീ കഫനിഹി, കഫനിൽ ഈ ബിസ്മി വെക്കാൻ. ഫഖീല ലഹു, അപ്പോൾ ആ ആരിഫിനോട് ചോദിക്കപ്പെട്ടു, അയ്യു ഫായിദത്തിൻ ലക ഫീഹി, എന്താ കാര്യം? ഫഖാല, അപ്പോൾ ആ ആരിഫ് പറഞ്ഞു, അഖൂലു യൗമൽ ഖിയാമ, അല്ലാഹു തആലയോട് ഞാൻ ഖിയാമത്ത് നാളിൽ പറയും, ഇലാഹി ബഅത്തു കിതാബൻ വജഅൽതു ഉൻവാനഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചോനെ, ഞാൻ നിനക്ക് പലതും എഴുതി വെച്ചിരുന്നു എൻ്റെ ഖബറിൽ. അതിൻ്റെ ആദ്യം തന്നെ ഞാൻ എഴുതിയത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമിൽനി ബിഉൻവാനി കിതാബിക, അതുമ്മലാണ് എനിക്ക് നീ ചെയ്യേണ്ടത്. റഹ്മാനുർ റഹീം എന്നല്ലേ പറഞ്ഞത്?
എനിക്ക് ശിക്ഷിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇടപെടുന്ന ജിന്നോട്. മനസ്സിലായില്ല? അല്ലാഹു തആലാന്റെ അദാബ് ഒഴിവാക്കണ വാക്കാണ് ഇത്. ഉറപ്പ്. ശിക്ഷിക്കുന്നല്ലോ, വർത്താൻ തന്നെ അതിലില്ല. ബിസ്മില്ലാ. വഴിപ്പെട്ടോനും വഴിപ്പെടാത്തോനും റഹ്മത്ത് ചെയ്യും. വഴിപ്പെട്ടോന് പരലോകത്ത് പ്രത്യേകിച്ച് ചെയ്യും. മനസ്സിലായില്ലേ? ഒരു രഹസ്യമാണ്. അത്ഭുതമായ രഹസ്യം. മനസ്സിലായോ? ചിന്തിക്കണം. ഞാൻ അല്ലാഹുവിനോട് അന്ത്യനാളിൽ പറയും, റബ്ബേ, ഞാൻ എൻ്റെ ഖബറിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് ജിന്നോട് ഇടപെടണം. അത് റഹ്മത്തിന്റെ വാക്കാണ്. കരുണ ചെയ്യണം. സന്തോഷം തന്നെയാണ്. ഇതൊക്കെ ചെയ്ത ഇഷ്ടം പോലെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഫാത്തിമ ബിൻത് അസ്റദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ മദീനയിലെ ജന്നത്തുൽ ബഖീൽ മർവിയ. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഖബറിൽ ഇറങ്ങി കടന്നു. മയ്യത്ത് കിടക്കും പോലെ കടന്നു. എന്നിട്ട് ദ്വായിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മാക്ക് ഫാത്തിമ ബിൻത് അസ്റദ് ആരാ? പോറ്റുമ്മ. അതായത് ആരെ ഭാര്യ? ആരെ ഭാര്യ? ആരുടെ ഭാര്യ? അബൂ ത്വാലിബിന്റെ ഭാര്യയുടെ അലി റളിയല്ലാഹുവിന്റെ ഉമ്മ. അതാണ് റസൂലുള്ളാഹിന്റെ പോറ്റുമ്മ. ആമിന ബീവി വഫാത്തായതിനു ശേഷം ഈ കുട്ടിയെ പോറ്റിയതാരാ? അവരെ മാത്രം പറഞ്ഞാൽ തീരില്ല. ആ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കിയാൽ റസൂലുള്ളാഹി വരാതെ പാത്രം തുറക്കൂല. റസൂലുള്ളാഹി കൊടുത്തിട്ട് വലിയ ഓരി കൊടുത്തിട്ടല്ല അത് വേറെ ആൾക്ക് കൊടുക്കൂല. അല്ലാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. അവരെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അല്ലാഹ് ഞങ്ങൾ റസൂലുള്ളാഹിനെ ഏറ്റവും സംരക്ഷിച്ചവരാണ്. വീട്ടിലും കടികട്ടിയായ തണുപ്പുള്ള രാത്രി അള്ളാഹിന്റെ ഹബീബിനെ മാത്രം പതിപ്പിക്കും. അങ്ങനത്തെ പതിപ്പ് വീട്ടിൽ വേറല്ല. സ്വന്തം ഭർത്താവിനെ പതിപ്പില്ലെങ്കിലും ഈ കുട്ടിക്ക് പതിപ്പ് കൊടുക്കും. ആര്? ഫാത്തിമ ബിൻത് അസ്റദ് റളിയല്ലാഹു അൻഹ. ഉറക്കെ പറയടാ. എന്തിനടാ നാവ്? അവരെ മാറ്റം എന്താന്നാ പറഞ്ഞത്? ഖിയാമത്ത് നാൾ വരെ പറഞ്ഞാൽ അവരെ മാറ്റം തീരൂല. അതാണ് ഫാത്തിമ ബിൻത് അസ്റദ് റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബിൻത് അസ്റദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ഖബർ കളച്ചിട്ട് അതിലാര് കിടന്നു? മുത്ത് റസൂൽ കടന്നില്ല. എടപ്പാ മനുഷ്യ, എന്തടാ വിചാരിച്ച്? ബറക്കത്ത് ഖബറിൽ എടുക്കണം എന്നതിന് ഏറ്റവും വലിയ തെളിവല്ലേ? ആ റസൂലുള്ളാഹിനെ പരി കടത്താൻ നമുക്ക് കിട്ടൂലല്ലോ. അപ്പൊ നമുക്ക് അതുപോലത്തെ അമലുകളുണ്ട്. മഹാന്മാർ പറഞ്ഞു വെച്ച അമലുണ്ട്. അത് പിന്നീട് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. പിന്നീട് ഒരിക്കൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഖബറിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ സുന്നി, അല്ലാതെ അങ്ങനെ കൊടി പിടിച്ച് പായല്ല. അതൊക്കെ വേണ്ട തന്നെയാണ്. സിദ്ധാണ് സുന്നി. സുന്നിയുടെ കർമ്മാണ്. അഹ്ലു സുന്ന ചെയ്യണ പണിയെടുക്കണം. അതിനും തെളിവില്ല, ഇതിനും തെളിവില്ല എന്നപ്പോൾ മൂല്യന്മാരെന്നെ പറയുന്നു. അതിനും തെളിവില്ല, ഇതിനും തെളിവില്ല. ഇനി ഇതിന് വലിയ തെളിവുണ്ട്. ഫാത്തിമ ബിൻത് അസ്റദ് റളിയല്ലാഹു അൻഹയുടെ ഖബറിൽ ആദ്യം ആര് ഇറങ്ങിക്കിടന്നു? മുസ്തഫ റസൂലുള്ളാഹി ഇറങ്ങിക്കിടന്നു. റാസിമാം പറയാണ്, എന്ത് കഫനിൽ വെക്കാൻ പറഞ്ഞു. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു, അള്ളാഹിനോട് ഞാൻ പറയും, റബ്ബേ, നിന്റെ ഖബറിൽ അതിലേക്കും ഞാൻ നിന്റെ കലാമായ ബിസ്മിയാണ് മുന്തിച്ചത്. അതുകൊണ്ട് എന്നെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തണം. മുആവിയ റളിയല്ലാഹു അൻഹു അടുത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ നഖമുണ്ടായിരുന്നു. പ്രഗൽഭ സ്വഹാബിയായ മഹാനായ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു അടുത്ത് ഹബീബായ നബിയുടെ നഖമുണ്ടായിരുന്നു. വഫാത്തായപ്പോൾ വസിയത്ത് ചെയ്തു. വഫാത്താകാനായപ്പോൾ വസിയത്ത് ചെയ്തു, ഞാൻ മരിക്കാനായി, അടുത്ത് മരിക്കും. കഫൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എൻ്റെ 2 കൺതടത്തിലും എൻ്റെ ചുണ്ടിനിടയിലും അങ്ങനെ എവിടെയെല്ലാം എൻ്റെ ദ്വാരങ്ങളും ഉണ്ടോ അവിടെയെല്ലാം എന്ത് വെക്കണം?
ഇതാ റസൂലുള്ളാഹ് നഖം മുറിച്ചപ്പോൾ ഒരിക്കൽ ഞാൻ ശേഖരിച്ചതാണ്, ഞാൻ നിധി പോലെ പാത്തുവെച്ചതാണ്. ഒരു നഖം ഇവിടെ വെക്കണം, ഒരു നഖം ഇവിടെ വെക്കണം, ഒരു നഖം ഇവിടെ, ഒന്നുപടെ. എന്തുകൊണ്ട്? എന്റെ റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ ഭാഗമാണത്, അതുകൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെട്ടെങ്കിലും. ആരത് പറഞ്ഞ്? സയ്യിദുനാ മുആവിയ എന്ന് പറയണ്ടോ? എന്താ വിചാരിച്ചേ? തമ്മാടികളായ ഷിയാക്കൾ മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്നു. ദുനിയാവ് ആഖിറ നശിക്കും മുആവിയ തങ്ങൾ ആക്ഷേപിച്ചാൽ. ആരെന്നാ വിചാരിച്ച്? അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കും. സയ്യിദുനാ മുആവിയ, മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് നഖം മുറിക്കുമ്പോൾ എന്താ നഖം മുറിക്കുമ്പോൾ ചെയ്യേണ്ടത്? കൊണ്ട് മറവിയല്ലേ? എനിക്ക് കിട്ടിയ നഖം, ഒരിക്കൽ നഖം മുറിച്ചപ്പോൾ എനിക്ക് കിട്ടി, ഞാനത് നിധി പോലെ പാത്തിവെച്ചതാണ്. അമവിയ ഖിലാഫത്തിന്റെ ആദ്യത്തെ ആളാണ് ആര്? സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല അവരെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി നഖം സൂക്ഷിച്ച് ഇത് സ്വഹാബത്ത് ചെയ്തിലിടൂ. എന്താണ് ഇതൊക്കെ വിചാരിച്ച് നടക്കണത്? എന്നിട്ട് പറയാ തെളിവില്ല. എന്ത് തെളിവാണ് നിനക്കുണ്ട്? മനസ്സിലായില്ലേ? എന്താ പിന്നെ അർത്ഥം? സുബ്ഹാനല്ലാഹ്. ആരാ ചെയ്ത്? സയ്യിദുനാ മുആവിയ. എൻ്റെ സ്വഹാബികളെല്ലാം നക്ഷത്രങ്ങൾ പോലെയാണ്. ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. അതിൽ ആരെ പിന്തുടർന്നാലും നീ ഹിദായത്തുള്ളവനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പഠിച്ചോളി. കണ്ടോരൊക്കെ പിന്നാലെ കൂടണ്ടട്ടാ, കണ്ടോലെ പിന്നാലെ കൂടണ്ട. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ സുന്നിയക്കന്നെ തെളിവില്ലാത്ത കലപ്പോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ചെയ്തു. എന്താ കാരണം? അല്ലാഹുവിനടുക്കൽ അല്ലാഹുവിനെ രക്ഷപ്പെടുത്തും. ചെറിയ ബിസ്മിയുടെ ചില മഹത്വങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ലാ യുറദ്ദു ദുആഉൻ അവ്വലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നലെ നമ്മൾ പറഞ്ഞു ലാ യുറദ്ദു ദുആഉൻ. ഇവിടെ പറയാണ് എന്ത്? അറ്റല്ലാത്ത ഫായിദകളാണ് ബിസ്മിക്ക്. അറ്റല്ല, എണ്ണാനും കഴിയൂല. അത്രയാണ് അതിന്റെ രഹസ്യം. ഒന്ന് പറഞ്ഞു എന്ത്? അത് ദായിമാക്കുന്ന ആളുകൾ ഭൂമിയിലുണ്ടെങ്കിൽ ആ ഭൂമിയിലെ ആളുകൾക്ക് അതൊരു രക്ഷയാണ്. 2, ലാ യുറദ്ദു ദുആഉൻ അവ്വലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ദുആന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണെങ്കിൽ ആ ദുആ തള്ളപ്പെടുകയില്ല എന്ന്. വഅന്നൽ അബ്ദ, മൂന്നാമത്തെ വഅന്നൽ അബ്ദ, ഒരു അടിമ ഇദാ ഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹറബ മിൻഹു ശൈത്വാൻ. ബിസ്മിയാൻ ചൊല്ലിയാൽ ശൈത്താനാണ് പോയും. ഹത്ത തസാഗറ, പിന്നെ ചെറുതാവും. ഹത്ത യസീറ മിസ്ല ദുബാബി, അവന് ഈച്ചൻ്റെ അത്ര ചെറുതാവും. ആര്? ശൈത്താൻ വലിയതാൻ കഴിയൂല. നമ്മൾ കിബിർ കാട്ടിയ പിശാചി വലുതാവും. നമ്മൾ ബിസ്മി അല്ലാൽ ശൈത്താൻ. ഹത്ത യസീറ മിസ്ല ദുബാബി, ഒരു വ്യക്തി ബിസ്മി അല്ലാൽ അത് വേറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ ബിസ്മി ചൊല്ലിയാൽ ശൈത്താനോട് ചെറുതാവും. ഹത്ത യസീറ മിസ്ല ദുബാബി, ഒരു ഈച്ചയുടെ അത്രയാവും. പച്ച അങ്ങോട്ട് ചെറുതാവും. وأن من جاء يوم القيامة وفي صحيفته بسم الله الرحمن الرحيم. ഒരാൾ മരിച്ചു, അയാളുടെ റെക്കോർഡിൽ ഉണ്ടെന്നിരിക്കട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടെങ്കിൽ കാന മുഅ്മിനൻ മൂഖിനൻ ബിറുബൂബിയതി അഅതഖ്തുഹു മിനൻ നാർ. മുഅ്മിനാണ്, ഞാൻ റബ്ബാന്ന് ഉറപ്പുള്ളവനാണെങ്കിൽ അവനെ ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഓൻ്റെ റെക്കോർഡിൽ എന്തുണ്ടായാൽ മതി? പറയേ, ഓൻ്റെ റെക്കോർഡിൽ ദായിമായി എന്തുണ്ട്? ബിസ്മി എവിടെയും കാണുന്നുണ്ട്. റെക്കോർഡ് തുറന്ന് നോക്കുമ്പോൾ എവിടെയും എന്ത് കാണുന്നുണ്ട്? തരട്ടെ. എന്താ അത് റെക്കോർഡൊന്നും നിറച്ചൂടെ? പഠിച്ചു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു റെക്കോർഡിൽ ഒരു ദിവസത്തെ റെക്കോർഡിൽ അങ്ങനെ ആയിരിക്കാം എൻ്റെ ഉദ്ദേശ്യം. ഒരു ദിവസത്തെ റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ 800 ബിസ്മി ഉണ്ടെങ്കിൽ അങ്ങനെ റെക്കോർഡുണ്ട്. നരകമോചനം ഉറപ്പാണ്. 800 ബിസ്മി. അതിലിപ്പോൾ 17 റക്അത്തിൽ എന്നെ 17 ഉണ്ട്, സുന്നത്തിൽ വേറെയുണ്ട്, ചെല്ലുന്ന ഔറാദുകളിലൊക്കെ ബിസ്മി ഉണ്ട്.
അപ്പോൾ 100 ബിസ്മിയുടെ മേലെ എവിടെ തന്നെ കിട്ടും? നിസ്കാരം മറ്റു കാര്യങ്ങളായിട്ട് കിട്ടും, റവാത്തിബിലുണ്ട്, പിന്നെ ബാക്കിയാണ് ഒപ്പിച്ചാൽ മതി. 800 ബിസ്മി അതും പറ്റും. ഒരു 786 ബിസ്മി ദിവസം ചെല്ലിക്കളാം, അതിൽ വലിയ ഫലമുണ്ട്. 786 ബിസ്മി വെള്ളം മുന്നിൽ വെക്കുക, ഒരു ഗ്ലാസ് വെള്ളം മുന്നിൽ വെക്കുക. ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. ചെയ്യോ? നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ഒരു പാത്രം വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം മുന്നിൽ വെക്കുക. ഇനി പുരക്കാർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു പാത്രം വെള്ളം മുന്നിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായില്ലേ? എത്ര വട്ടം? 786 വട്ടം ബിസ്മില്ല ഇതിലൂടുക. ഇടക്കിടക്ക് ഊതിയാൽ മതി, ഓരോന്നിനും ഊതണ്ട. ആ വെള്ളം കുടിക്കുക, ദുആ ചെയ്യുകയും ചെയ്യാം. ഈ ബിസ്മി എന്നെ എനിക്ക് ദുനിയാവിലെ അദാബും ആഖിറത്തിലെ അദാബും ഒഴിവാക്കി തരാനാണ് നിയത്ത് ചെയ്യുക. ആ വെള്ളം കുടിക്കുകയും ചെയ്യാം. ഷുഗറിന് വരെ ഷിഫുണ്ടാവും, ഷുഗറിന് വരെ ഷിഫുണ്ടാവും. സിഹർ ബാത്തിലാവും. 41 ദിവസം മഴവെള്ളത്തിൽ ഈ അമൽ ചെയ്താൽ സിഹർ ബാത്തിലാവും. എത്ര കഠിന കടോര സിഹർ ബാത്തിലാവും. മഴവെള്ളത്തിൽ ചെയ്യണം. ആ മഴവെള്ളം നേരിട്ട് വരുന്ന മഴവെള്ളമായിരിക്കണം. ഞാൻ ഹുക്കമായിൽ നിന്ന് പഠിച്ച ഒരു വിവരം പറയാം. മനസ്സിലായില്ല? മഴവെള്ളം മുറ്റത്ത് ഒരു കസേര വെക്കുക, കസേര ഒരു പാത്രം വെക്കുക, അതിൽ മേശ വെക്കുക, മേശയിൽ പാത്രം വെക്കുക, അതിൽ ടെറസിൻ്റെ മേലെ പാത്രം വെക്കുക. ഏറ്റവും ശക്തിയുള്ള വെള്ളം സംസം വെള്ളമാണ്. രണ്ടാമത്തെ വെള്ളം മഴവെള്ളമാണ്. റഹ്മത്തുൻ മാമസത്തുൽ അയാദി, ദോഷിയായ മനുഷ്യൻ്റെ കൈ സ്പർശിക്കാത്ത പുതിയ സാധനം എന്നാ റസൂലുള്ളാഹി പറഞ്ഞു. ഒരാൾ തൊട്ടിട്ടില്ലല്ലോ, അത് അങ്ങനെ തന്നെ അടിക്കുക, അങ്ങനെ തന്നെ എടുക്കുക. അതിൽ കമ്പും കുറുമ്പും ഒക്കെ ഉണ്ടാവും ചെയ്യും. അത് പലതും ഉണ്ടാവും അതിൽ, അന്ന് ചോദിക്കണ്ട. അതൊക്കെ അങ്ങനെ നീക്കി കുടിച്ചോളാം. വേറൊരു പാത്രത്തിൽ കാക്കണ്ട, അതിൽ തന്നെ കുടിക്കുക. മനസ്സിലായില്ലേ? വെക്കുക. നായോ പട്ടിയോ പൂച്ചയോ ഒന്നും തൊടാത്തൊരു സ്ഥലത്ത് വെക്കുക. 41 ദിവസം ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 786 തവണ ദിവസേന ഈ മഴവെള്ളത്തിൽ ചൊല്ലി ഊതിയാകുകയും അത് ഉടിക്കുകയും ചെയ്താൽ സിഹർ പോലും ബാത്തിലാവും. ഇതെല്ലാം മശായിഖന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, എന്റെ വക പറയുകയല്ല. കുറെ നിങ്ങൾ വിചാരിക്കണ്ട, സിഹർ കൂടും. ആകാശത്തിന്റെ താക്കോൽ എന്നാൽ ദുആയാണ്. വശർത്തുഹു, ആകാശം തുറന്നു തരാനുള്ള നിബന്ധന ഹലാലായ സാധനം തിന്നലാണ്. ഈ ആഴ്ച ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ കിതാബൊക്കെ കൊണ്ട്. എന്താ പറഞ്ഞത്? മിഫ്താഹു സമായി, ആകാശത്തിന്റെ താക്കോല് ദുആയാണ്. ആ താക്കോല് കൊണ്ട് ആ ആകാശം തുറപ്പിക്കാൻ ഒരു ഷർത്തുണ്ട്. എന്താണ്? അൻതൗക്കുലൽ ഹലാല, ഇജ് ഹലാല് തിന്നലാണ്. ഇജ് പൈസ കൊടുത്തൊക്കെ കറക്റ്റാ, പക്ഷെ ആ സാധനം ഹലാലാവൂല. അതിൽ നജസ് ഉണ്ടാവും, നേസ് തന്നെ തീറ്റും. അപ്പോ അവിടെ ആരും ഒരു മതവും വ്യത്യാസമല്ല, ഒക്കെ ഒരുപോലെ തന്നെയാണ്. ദ്വാ മേലക്കണ പോരില്ല. നമ്മൾ ഇവിടുന്ന് ദ്വാരക്കും, ഞങ്ങൾ കഷ്ടത്തിലാണ് പഠിച്ചോനെ, ഞാൻ അവിടെ എത്തിച്ചോണ്ടേ. ഇത് ദ്വാൻ്റെ എത്തൂല, അള്ളാഹ്ക്കറിയാം, പക്ഷെ ദ്വാ അവിടെ എത്തിയിട്ടില്ല. എന്തേ എത്താത്ത? ആകാശത്തിന് തുളച്ച് ഈ ദ്വാ പോകണമെങ്കിൽ ഈ എന്ത് തിന്നണം? പറയാ ഹലാൽ തിന്നണം. ഈ പൈസ കൊടുത്ത് വാങ്ങി തന്നെയാണ്, പക്ഷെ ആ സാധനം എന്താണ്? അതിന് മൂത്രമുണ്ട്, അതിലൊരു മെൻസസ് ബ്ലഡ് ഉണ്ട്, അതിൽ മറ്റുണ്ട്, കൂട്ടിക്കളാം. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ.